ഹലോ ഗായ്സ്, ഇന്നൊരു ചെറിയ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇറ്റ്സ് മീ രമ്യ മേപ്പള്ളി. ഇന്ന് ഞാൻ കാറുമായിട്ട് ഉണ്ണികൃഷ്ണമ്മേൻ്റെ വീട്ടിലേക്കാണ് പോയത്. ആരൊക്കെയാണ് എൻ്റെ കൂടെ വന്നതെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ നാരായണ മാമ, അച്ഛൻ്റെ ചേച്ചി എന്ന് പറയാൻ പറ്റില്ല, ട്വിൻസാണ് ഇന്നൊരു ചേച്ചി. ഞങ്ങൾ 3 പേരും, പിന്നെ ഞാൻ ഡ്രൈവർ. അങ്ങനെ വേങ്ങരയിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ച് അവിടെ ഉണ്ണികൃഷ്ണമ്മയുടെ വീട്ടിൽ എത്തിച്ചേർന്നു സുരക്ഷിതമായിട്ട്. ഗായ്സ്, മാവിൽ എത്തിൽക്കണ്ണി പറിച്ച് കളയാൻ പാടില്ല അത്രേ. അങ്ങനെ ഒന്ന് എന്തോ ഒരു അന്ധവിശ്വാസം അവർക്കുള്ളത്. മരങ്ങളൊന്നുമില്ല. ഞങ്ങൾ അവിടേക്ക് ചുമ്മാ വിസിറ്റിംഗ് വിസയിൽ പോയതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേന് ഉണ്ണികൃഷ്ണമ്മ എന്തൊക്കെയോ കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്യാൻ വേണ്ടി നിൽക്കണം. അപ്പം അച്ഛൻ പറയാണ് വേണ്ട 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 എന്ന്. എന്നിട്ട് പിന്നെ ഓർഡർ ചെയ്തു കേട്ടോ. ചിക്കനും പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. ചിക്കനൊക്കെ വാങ്ങിച്ച ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി. ഞങ്ങൾക്ക് പൊറോട്ടയും ചിക്കനും പിന്നെ ചായയും പിന്നെ സ്നാക്സായിട്ട് കേക്കും ഒക്കെ തന്നു. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ വർത്തമാനം പറഞ്ഞ് ഇരിക്കുകയാണ്. ഈ വീട് ഉണ്ണികൃഷ്ണമ്മേൻ്റെ മോൻ ധനീഷിൻ്റെ പുതിയ ഉണ്ടാക്കിയ വീടാണ്. അപ്പോൾ അത് ജസ്റ്റ് കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അവരിപ്പോൾ ഇവിടെ ഇല്ല, അവർ ഫാമിലിയായിട്ട് ദുബായിലാണ്. വീട് മാത്രം അവിടെ കിടക്കുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് വീട് കാണുന്നത്. അപ്പോൾ ഞങ്ങളെ കൂട്ടി ഉണ്ണികൃഷ്ണമ്മ അങ്ങോട്ട് പോയി. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആ മേഖലയിലെ വരുമാനം നിലച്ചിരിക്കുകയാണ്. സ്ഥിതി മെച്ചപ്പെടുത്താൻ സർക്കാർ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ദിവസവും 15,000 സഞ്ചാരികൾ എത്തുന്ന കശ്മീരിലെ ഗുൽമാർഗിൽ ഞാനായിരുന്നു ഡ്രൈവർ. സുരക്ഷിതമായിട്ട് ഇവരെല്ലാവരെയും തിരിച്ചും വീട്ടിലെത്തിച്ചു. ഗായ്സ്, ബൈ.